വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എൻ്റെ അമ്മച്ചിൻ്റെ കുടുംബശ്രീൻ്റെ പൈസ അടിക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴാണെങ്കിൽ എൻ്റെ കസിന് വീട്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഓനെയും കൂട്ടിയിട്ട് ഞാൻ പൈസ അടിക്കാൻ പോയി. കുടുംബശ്രീത്തെ എല്ലാവരുടെ പൈസയും ഒറ്റൊരാളാണ് കൊണ്ടടിക്കല്. അങ്ങനെ ഞാനാണ് ഇന്നത് കൊണ്ടടിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ കുറച്ചു നേരം ബാങ്കിൽ പോസ്റ്റായി നിന്ന് അതിന് നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് ഞാനും ഓന് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഓൻ പറഞ്ഞത് ഓൻ കുറേ മീനിനെ വളർത്തുന്നുണ്ട്, അപ്പോൾ ഓർക്കൊക്കെയുള്ള ഫുഡ് മേടിക്കണം. എനിക്കാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വലിയ പിടുത്തില്ലാത്തതിനെ കൊണ്ട് ഞാൻ നേരെ കൂടെ പോയി. ഓൻ അവിടുന്ന് കുറേ മീനിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്, പക്ഷെ ഒന്നിനും എനിക്ക് മനസ്സിലാവണില്ല. ഫിനുവിനെ തിരിഞ്ഞ് ഇവിടെ ഫിനുവിന്റെ ചങ്ങായികള് സ്കൂൾ കുട്ടീനെ കൊണ്ടേ എന്നെ കാത്തുക്കതാ രണ്ടാളുണ്ട് കേട്ടോ. അവിടുന്ന് റിഹനും കിട്ടി. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഫാൻസിയിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഫാൻസി പോയി. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഫിനുവിന് ഒരു മൊബൈലില് കവറൊക്കെ ഇടാനുണ്ട്. അങ്ങനെ നമ്മളൊരു മൊബൈൽ ഷോപ്പിലും പോയി. അവിടെയും കുറച്ചു നേരം നിന്ന് മൊത്തത്തിലൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൊയ്ഞ്ഞു. അങ്ങനെ നമ്മളൊരു ജ്യൂസും മേടിച്ചു കുടിച്ചു. നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് നമ്മളെ മാമന്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ അടുത്താണ്. അങ്ങനെ നമ്മൾ നടന്നു പോകാൻ വീട്ടിൽ പോയി ഒന്നും കിട്ടില്ല. കിട്ടോ? എനിക്ക് ഉറപ്പില്ല. കിട്ടും. ചിലപ്പോ ചീത്തക്കുമ്പോ തന്നെ പറയണം. ചിലപ്പോ വീട്ടിൽ പോയി ചീത്തക്കാരെ ചാൻസ് ഉണ്ട്. അങ്ങനെ മാമൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്കും റിയക്കും മോയ്സ്ചറൈസർ വാങ്ങാനുള്ള ഒരു കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടുന്ന് മോയ്സ്ചറൈസറും മേടിച്ചു. നമ്മളെ മുഖത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഉള്ളിൽ നിറച്ച് നല്ല പേടിയാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു നേരമായി പോയി. ഇനി വീട്ടിലെത്തിയിട്ടൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.